ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? ഒരു വേള നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് സാധ്യതകൾ പോലും നൽകാത്ത വിധം ജനങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചേക്കാം. എങ്കിൽ കൂടി നമ്മുടെ പ്രതീക്ഷ എത്ര എന്നറിയാൻ താല്പര്യമുണ്ട്. ദയവ് ചെയ്ത് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഇന്ന് ഇത് സംബന്ധിച്ച് UDF നേതാക്കന്മാരുമായി ഒക്കെ ഞാൻ വിശദമായി ചർച്ച ചെയ്തു. അപ്പോ കഴിഞ്ഞ പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള അതേ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് എണ്ണം 100 വരെ പോവാം, 90-ന്റെ 100-ന്റെ അടിയിലൊക്കെ ആവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വിലയിരുത്തപ്പെടാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും നിലനിൽക്കുന്ന ട്രെൻഡാണ്. ആ ട്രെൻഡ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ UDF ജയിക്കുന്ന സീറ്റുകളൊക്കെ ജയിക്കാനാണ് സാധ്യത. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഏകദേശം വിജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ ഏതാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് വെച്ചിട്ടാണ് എണ്ണം കൂട്ടുന്നത്. അത് വെച്ച് കൂട്ടുകയാണെങ്കിൽ +90 വരാം എന്നാണ് ഒരഭിപ്രായം. അത് 100 വരെ പോയാലും അതിശയപ്പെടേണ്ട. ഇനി നമ്മുടെ പ്രിയപ്പെട്ട വേങ്ങര മണ്ഡലം UDF ചെയർമാൻ ചെറിയ സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. വേങ്ങര മണ്ഡലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മൈക്ക് റിലീസ് ചെയ്യാൻ മൈക്ക് കൈമാറുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്തൊക്കെ പറഞ്ഞാലും വേങ്ങര നിയോജക മണ്ഡലത്തില് കുഞ്ഞാപ്പ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്, അതായത് ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ UDFന്റെ ചെയർമാൻ എന്ന നിലക്ക്, നിയോജകമണ്ഡലം ചെയർമാൻ എന്ന നിലക്ക് എനിക്ക് യാതൊരു സംശയവുമില്ല. UDF അധികാരത്തിൽ വരും. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ 13-ാം തീയതിക്ക് ശേഷം അധികാരത്തിൽ വരും. അതിൽ ഉന്നതമായ ഒരു പദവി നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് ഞാൻ ഉറപ്പു നൽകുന്നു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ KMCC പ്രവർത്തകരുടെ, ജിദ്ദയിലെ KMCC പ്രവർത്തകരുടെ ആവേശമായിരുന്ന ഇപ്പോൾ വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ് കുട്ടിമൗലവി സാഹിബ് നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു. പൊതുവെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഗൾഫിലുള്ള KMCC പ്രവർത്തകന്മാർ അതിലുള്ള താല്പര്യം എത്ര കണ്ടിട്ടുണ്ട് എന്നുള്ളത് നന്നായി അറിയാവുന്ന ആളാണ് ഞാൻ. വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ലഘുലേഖകളും മറ്റു എളുപ്പത്തിലുള്ള അഭ്യർത്ഥനകളും KMCC പ്രവർത്തകർ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പല തെരഞ്ഞെടുപ്പിലും പ്രയോജനപ്പെടുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും വളരെയധികം പ്രയോജനപ്പെട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയും UDFന്റെ മണ്ഡലം കൺവീനറുമായ പുല്ലാണി സൈദനെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ വളരെ നല്ല ഒരു പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മുഴുവൻ പ്രവർത്തകരും, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായിട്ട് സജീവമായിട്ട് രംഗത്തിറങ്ങി നമ്മുടെ പോളിംഗ് ശതമാനം ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭൂരിപക്ഷത്തിന് നമ്മുടെ പ്രിയങ്കരമായി സഹകരിച്ച മുഴുവൻ KMCCയുടെ പ്രവർത്തകന്മാർക്കും മുഴുവൻ വോട്ടർമാർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട SUവിന്റെ നേതാവ് കുഞ്ഞാലി സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നു.
നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UAE സന്ദർശിച്ച സന്ദർഭത്തിൽ കഴിഞ്ഞ മാസം നിങ്ങൾ UAEയിലെ വിവിധ KMCC എനിക്ക് നൽകിയ സ്വീകരണത്തിന് ഈ സന്ദർഭത്തിൽ സന്തോഷകരമായ ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുവാൻ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. UAEയിലെ അതുപോലെ തന്നെ മറ്റ് KMCC പ്രവർത്തകന്മാർക്ക് ഒക്കെ തന്നെയും എന്റെ വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ KMCC നെൽസോണിന്റെ കരുത്തനായ ജോയിന്റ് സെക്രട്ടറി ഉമ്മർ സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മറാക്ക ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് മാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ ഉഷാറായിട്ട് തന്നെ നമ്മുടെ പരിപാടികൾ നടന്നിട്ടുണ്ട്. നമ്മളെ കഴിയുന്ന എത്ര വോട്ടുകൾ നമുക്കുണ്ട് അത്രത്തോളം വോട്ടുകൾ മുഴുവനും ഇവിടെ നമുക്ക് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ UDF വളരെ ഒരൊറ്റക്കെട്ടായിട്ടാണ് ഇവിടെ വേങ്ങര മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 35 കുറയാത്ത ഭൂരിപക്ഷം ഇവിടെ നേതാക്കന്മാരും നമ്മളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ കിട്ടും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും ചെയ്യുക, ബാക്കി അള്ളാഹുവിനും വിട്ടുകൊടുക്കുക. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു ജയിച്ചെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള 16 16 നമുക്ക് തന്നെയാണ്. UDF ഒരു 100 കുറയാത്ത സീറ്റിന്റെ ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിക്കാനുള്ള എല്ലാ ചാൻസുകളും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി ആരാ സംസാരിക്കാൻ